ഇറാനിൽ ആയത്തുള്ള ഖംനയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ സൗദി പ്രതിനിധി സംഘം ആയത്തുള്ള ഖംനയുടെ ഭൗതിക ശരീരത്തിൻ്റെ മുൻപിൽ എത്തിയപ്പോൾ പശ്ചാത്തലത്തിൽ ഒരു ഖുർആൻ സൂക്തം ഉയരുകയാണ്. ആ സൂക്തം സൗദിക്കുള്ള വ്യക്തമായൊരു സന്ദേശമായിരുന്നു. കൃത്യമായി ഇറാൻ അതവിടെ ചർച്ചയാക്കി. അതിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ വിഷയമാണ്. ആ സൂക്തം ആയത്ത് ഇങ്ങനെയാണ്: ഖദ് കാന ലക്കും ആയത്തും ഫീ ഫിഅതൈനിൽ തഖത ഫിഅതും തുഖാതിലു ഫീ സബീലില്ലാഹി വ ഉഖ്റാ കാഫിറത്തുൻ യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മയ്യശാ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സ്വാർ. അണിനിരന്ന് പരസ്പരം ഏറ്റുമുട്ടിയ ആ രണ്ട് വിഭാഗങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമുണ്ട്. ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു, മറുവിഭാഗമാകട്ടെ സത്യനിഷേധികളുമാണ്. അവർ സത്യനിഷേധികൾ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണുമാറ് അവർ വിശ്വാസികൾ തങ്ങളുടെ ഇരട്ടിയുണ്ടെന്നാണ് അവർക്ക് തോന്നിയിരുന്നത്. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് തൻ്റെ സഹായം വഴി കരുത്തു പകരുന്നു. തീർച്ചയായും ഉൾക്കാഴ്ചയുള്ളവർക്ക് അതിൽ വലിയൊരു പാഠമുണ്ട് എന്നായിരുന്നു ഈ ആയത്തിൻ്റെ അർത്ഥം. ചരിത്രപ്രസിദ്ധമായ ബദർ യുദ്ധത്തെ മുൻനിർത്തി അവതരിപ്പിക്കപ്പെട്ട ഒരു സൂക്തമാണിത്. എണ്ണത്തിൽ വളരെ കുറവായിരുന്നിട്ടും അള്ളാഹുവിൻ്റെ സഹായത്താൽ മുസ്ലിങ്ങൾ വൻ ശക്തിയായ ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തിയതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ആയത്ത് സൗദി പ്രതിനിധികൾ എത്തിയ ഉടൻ തന്നെ ഓതപ്പെട്ടതിൽ ഒരു ഓർമ്മപ്പെടുത്തലും ഇതിനകത്ത് തെളിഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയവുമുണ്ട്. എണ്ണത്തിലും ഭൗതിക ശക്തിയിലും കുറവാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ സഹായത്തോടെ സത്യത്തിൻ്റെ പാതയിലുള്ളവർക്ക് വിജയമുണ്ടാകുമെന്ന ശക്തമായ രാഷ്ട്രീയ ആത്മീയ സന്ദേശം ഈ സൗദി പ്രതിനിധികൾക്ക് നൽകാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ലോകത്തിന് നൽകാൻ വേണ്ടിയാണ് ഇറാൻ അത് തന്ത്രപരമായി സമയോചിതമായി ഉപയോഗിച്ചത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനിടയിൽ ഒരു വ്യക്തത വരുത്തുകയാണ്. ഇറാൻ ഷിയ ആശയവും സൗദി സുന്നി ആശയവും കൈക്കൊള്ളുന്നവരാണ്. ഇറാൻ്റെ സാഹചര്യത്തിലാണ് ആയത്തിൻ്റെ വരികളിൽ പറയുന്ന സത്യനിഷേധികൾ എന്നൊക്കെയുള്ള പ്രയോഗം വരുന്നത്. അത് ആ അർത്ഥത്തിൽ പ്രേക്ഷകർ ഉൾക്കൊള്ളണം. സുപ്രഭാതത്തിന് ആ വിഷയത്തിൽ അഭിപ്രായം ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ്. ഇനി ഈ വാർത്തയുടെ വിശദാംശത്തിലേക്ക് വരാം. ആയത്തുള്ള ഖംനയുടെ അന്ത്യചടങ്ങുകൾ നടക്കുകയാണ്. സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദിൻ്റെ നേതൃത്വത്തിലുള്ള മുതിർന്ന നയതന്ത്രജ്ഞരും സൗദി അറേബ്യയുടെ ഇറാനിലെ അംബാസിഡറും അടങ്ങുന്ന സംഘം സൗദി ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക വിമാനമായ സൗദി റോയൽ ഫ്ലൈറ്റിൽ മെഹ്റാബാദ് വിമാനത്താവളത്തിൽ എത്തുന്നു. വർഷങ്ങളായി നിലനിന്നിരുന്ന ശത്രുതയ്ക്ക് ശേഷം 2023 ചൈനീസ് മധ്യസ്ഥതയിലുള്ള കരാറിലൂടെയാണ് ഇരു രാജ്യങ്ങളും നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചത്. അതിനുശേഷം ഇസ്രയേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ചപ്പോൾ റിയാദിന് നേരെ, സൗദിയിലെ ചില അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ, അമേരിക്കൻ എംബസിക്ക് നേരെയും സൗദി അരാംകോക്ക് നേരെയുമെല്ലാം ഇറാനും ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ സൗദിയുടെ പ്രതിനിധികൾ ആയത്തുള്ള ഖംനയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഇറാനിലെത്തിയതോടെ വളരെ വലിയ പ്രാധാന്യത്തോടെയാണ്, ഹൃദ്യമായ സ്വീകരണത്തോടെയാണ് സൗദി സംഘത്തെ ഇറാൻ സ്വീകരിക്കുന്നത്. എയർപോർട്ടിൽ ഇറാൻ്റെ മുതിർന്ന വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരും പ്രോട്ടോകോൾ ടീമും ചേർന്നുകൊണ്ടാണ് അവരെ സ്വീകരിക്കുന്നത്. അവരെ സ്വീകരിക്കുകയും ചടങ്ങുകൾ നടന്ന ഇമാം ഖൊമേനി ഗ്രാൻഡ് മൊസല്ലയിൽ സൗദി വിദേശകാര്യമന്ത്രിക്ക് കൃത്യമായ നയതന്ത്ര ബഹുമാനവും മുതിർന്ന ഒരു ഇരിപ്പിടവും തന്നെ ഇറാൻ നൽകുകയാണ്. ചൈനീസ് റഷ്യൻ പ്രതിനിധികൾക്കൊപ്പമാണ് സൗദി പ്രതിനിധിക്കും ഇരിപ്പിടമൊരുക്കി സൗദിയെ ഇറാൻ അത്യധികം പ്രാധാന്യത്തോടു കൂടി ബഹുമാനിക്കുന്നത്. ഇത് ഇരു രാജ്യങ്ങളും യുദ്ധത്തിനിടയിലും കാണിച്ച പരസ്പര ബഹുമാനത്തിൻ്റെ അടയാളമായി മാറുന്നതാണ് ലോകം കണ്ടത്. 4 പതിറ്റാണ്ടിലേറെയായി സൗദി ഭരണകൂടത്തെയും അവരുടെ പ്രാദേശിക നയങ്ങളെയും ഏറ്റവും ശക്തമായി വിമർശിച്ചിരുന്ന വ്യക്തിയായിരുന്നു ആയത്തുള്ള ഖംനെ. യമൻ, സിറിയ, ലെബനൻ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും പ്രോക്സി യുദ്ധങ്ങളിലായിരുന്നു. സൗദിയുടെ നേതൃത്വവും ഇറാന്റെ ഷിയ നേതൃത്വവും തമ്മിലുള്ള ആത്മീയവും രാഷ്ട്രീയവുമായ മത്സരത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു ഖമേനി. അങ്ങനെയുള്ള ഒരു നേതാവിൻ്റെ ഭൗതിക ശരീരത്തിന് മുൻപിൽ സൗദി പ്രതിനിധികൾ നിൽക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ മാറിയ രാഷ്ട്രീയ സമവാക്യങ്ങളുടെ തെളിവ് കൂടിയാണ്. സൗദിയുടെ സന്ദർശനത്തിന് പിന്നിൽ വ്യക്തമായ സൂചനയുണ്ട്. അമേരിക്കയുമായി പഴയ പോലെ അത്ര മികച്ച ബന്ധമായിരിക്കില്ല സൗദിക്കിനി ഉണ്ടാവുക. എന്നാൽ നിലവിൽ തുടർന്നു വരുന്ന, കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തുടർന്നു വന്ന ചില സമീപനങ്ങൾ അത്ര പെട്ടെന്ന് വേഗത്തിൽ അവസാനിപ്പിക്കാനും സൗദിക്ക് കഴിയില്ല. അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഇറാനും സൗദിക്കും തന്നെ വ്യക്തമായിട്ട് അറിയാം.
അതുകൊണ്ട് തന്നെ ഇറാനുമായി തങ്ങൾ ഉണ്ടാക്കിയ 2023 സമാധാന കരാറിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ശക്തമായ സൂചനയാണ് സൗദി ഇവിടെ നൽകുന്നത്. ഒപ്പം തന്നെ വായിക്കേണ്ട ഒന്നാണ്, അമേരിക്കയുമായി ചില അസ്വസ്ഥതകൾ സൗദിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, സൗദിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതും കൂടെ വായിക്കേണ്ടതാണ്. ഇറാന്റെ പരമോന്നത നേതാവ് മാറിയാലും പുതിയ നേതൃത്വവുമായും നല്ല ബന്ധം തുടരാൻ സൗദി ആഗ്രഹിക്കുന്നു. അമേരിക്കയും ഇസ്രയേലും ഇറാനെ ലക്ഷ്യമിട്ട് നീങ്ങുമ്പോൾ തങ്ങൾ ഇറാനെതിരല്ലെന്നും മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു വലിയ യുദ്ധമുണ്ടാകാൻ സൗദി ആഗ്രഹിക്കുന്നില്ലെന്നും അമേരിക്കൻ സഖ്യകക്ഷിയായ സൗദി ഇവിടെ വ്യക്തമാക്കുകയാണ്. വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മുസ്ലിം ലോകത്തെ രണ്ട് വൻ ശക്തികൾ എന്ന നിലയിൽ പരസ്പര ബഹുമാനം നിലനിർത്തുക എന്നത് സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാന്റെ പുതിയ നയങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നയതന്ത്രത്തിൽ പക്വത ഉറപ്പുവരുത്തലും സൗദിയുടെയും ഇറാന്റെയും ആവശ്യമാണ്. ഇവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. മുസ്ലിം ലോകത്തിന്റെ നേതൃസ്ഥാനം സംബന്ധിച്ച ഒരു തർക്കമാണത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ സൗദിയും ഇറാനും അതു സംബന്ധിച്ചായിരുന്നു വലിയ തർക്കമുണ്ടായിരുന്നത്. ഇറാൻ ഷിയ രാജ്യമാണ്. ഭൂരിപക്ഷം വരുന്ന സുന്നികളെ ന്യൂനപക്ഷങ്ങളായ ഷിയ വിഭാഗം കൈകാര്യം ചെയ്യുന്നത് ഒരിക്കലും സൗദിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. എന്നാൽ മാറിയ സാഹചര്യത്തിൽ അത്തരം സാങ്കല്പികമായ ചിന്തകൾ ഈ ചില സാഹചര്യങ്ങളിൽ മാറ്റിവെച്ചുകൊണ്ട് യോജിക്കാവുന്ന മേഖലകളിൽ യോജിക്കണം എന്ന ഒരു സന്ദേശമാണ് ഇറാനും സൗദിയും ആഗ്രഹിക്കുന്നത് എന്ന രാഷ്ട്രീയം കൂടി ഇവർ മുന്നോട്ട് വെക്കുകയാണ്. ഈ അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നതിനായാണ് ഇറാൻ അനീതിയുടെ മേൽ നീതിയുടെ വിജയത്തെയും അള്ളാഹുവിൻ്റെ സഹായത്തെയും ഓർമ്മപ്പെടുത്തിയ സൂക്തം അഥവാ ആയത്ത് ചർച്ചയാക്കിയത്. ഓരോ രാഷ്ട്ര നേതാക്കൾക്ക് മുൻപിലും വ്യത്യസ്തമായ സന്ദേശങ്ങളും സൂക്തങ്ങളും ഒക്കെയാണ് ഇറാൻ കൈമാറിയത്. ഇത് ഇറാന്റെ രാഷ്ട്രീയ പ്രഖ്യാപനമായും വിലയിരുത്തപ്പെടുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ സന്ദർശനം കേവലം ഒരു അനുശോചനം മാത്രമായിരുന്നില്ല, മറിച്ച് മിഡിൽ ഈസ്റ്റിൽ വരാനിരിക്കുന്ന പുതിയ രാഷ്ട്രീയ മാറ്റങ്ങളുടെയും സഖ്യങ്ങളുടെയും കൃത്യമായ ഒരു അടിവരയിടൽ കൂടിയായിരുന്നു.